എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു താമരക്കുളത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു താമരക്കുളം ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൽ കൂടെ പോകുമ്പോഴാണ് കേട്ടോ ഈ താമരക്കുളം കാണാൻ കഴിയുക. അപ്പോൾ ജസ്റ്റ് ബാക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പാടാണ്. അത് കഴിഞ്ഞാൽ ഒരു റോഡുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന പാടുള്ളത്. അവിടെയാണ് താമരക്കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഇത് പാടായിരുന്നു. നെല്ലൊന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് പാടായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു, ആരും ഉപയോഗിക്കാതെ. ഇപ്പോഴാണ് അതിൻ്റെ ഓണേഴ്സ് അത് താമരക്കുളമാക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അമ്പലത്തിലേക്കൊക്കെ താമരപ്പൂ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. ആക്ച്വലി ഇപ്പോൾ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1 month ആയിട്ടുണ്ടാവും ഇതിങ്ങനെ ഒരു സെറ്റപ്പായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു പാടം അപ്പോൾ അവർ ഇതേപോലെ താമരക്കുളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ കുറേ കൊക്കുകൾ ഇങ്ങനെ കൂട്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ. അപ്പോൾ ആ ഒരു താമരക്കുളം കൂടി സെറ്റായാലും നല്ല ഭംഗിയുണ്ടാവും. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അവർ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കമ്പി വേലി പോലെ ഒരു നെറ്റ് പോലെ അങ്ങനെ നല്ല ഉറപ്പുള്ള നെറ്റ് ഇട്ടിട്ട് അടച്ചിട്ട് ഗേറ്റ് വെച്ച് പൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കതും കണ്ട് കടക്കാനൊന്നും എളുപ്പമല്ല. അവരുള്ള ടൈമിൽ പോയ കാരണമാണ് കേട്ടോ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നായ്ക്കിടണമെന്നാണ് ചെടി അവർ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീട് 500 ആണ്. അവിടെയാണ് കേട്ടോ ഈ ഒരു താമരക്കുളം ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്